നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കാണുന്ന ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈഡിലായി തെളിഞ്ഞു വരുന്ന ഈ ഒരു ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എൻഫീൽഡ് വണ്ടിയുടെ ബോർഡ് റൈസ് കിറ്റിനെ കുറിച്ച് പറയുന്ന ചെറിയൊരു വീഡിയോ ആണ്. ബോർഡ് റൈസ് കിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. വണ്ടിയുടെ കോണം ബോളും എന്ന് മിക്കവരും കേട്ടിട്ടുണ്ടാകും. അത് തന്നെയാണ് ബോർഡ് റൈസ് കിറ്റ്. ഈ കോണം ബോളും കംപ്ലൈന്റ് ആയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. വണ്ടിയുടെ കോണം ബോളും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് അനുഭവപ്പെടും. വലത്തേക്കോ ഇടത്തേക്കോ പുള്ളിങ് ഉണ്ടാവാനും ബോർഡ് റൈസ് കിറ്റ് കംപ്ലൈന്റ് ആകുന്നത് ഒരു കാരണമാണ്. ബോർഡ് റൈസ് കിറ്റ് കംപ്ലൈന്റ് ആണെങ്കിൽ വണ്ടി ഓടുന്ന സമയത്ത് ഹാൻഡിൽ ബാർ നല്ല വെട്ടൽ ഉള്ളതായിട്ടും അനുഭവപ്പെടും. കോണും ബോളും കംപ്ലൈന്റ് ആകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ലൂബ് ചെയ്യാതെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ബോർഡ് റൈസ് കിറ്റിലെ ഗ്രീസ് വരണ്ട് കോണിലും ബോൾസിലും എല്ലാം തന്നെ തേയ്മാനം സംഭവിക്കും. ഇങ്ങനെ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ ഹാൻഡിൽ ടൈറ്റ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ്. നിങ്ങളുടെ വണ്ടി 5ാമത്തെയോ 6ാമത്തെയോ സർവീസ് ടൈം ആകുമ്പോൾ 12,000 കിലോമീറ്ററിലോ 15,000 കിലോമീറ്ററിലോ ബോർഡ് റൈസ് കിറ്റ് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വർക്ക്ഷോപ്പിലോ സർവീസ് സെന്ററിലോ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് കോൺസെപ്റ്റിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യുന്നതിന് പകരം ബോർഡ് റൈസ് കിറ്റ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൃത്യമായ ഇടവേളകളിൽ ഗ്രീസ് ചെയ്യാതെയും ചേഞ്ച് ചെയ്യാതെയും ഓടിയ വണ്ടിയുടെ കോണം ബോളിന്റെ അവസ്ഥ ഇതുപോലെ ഡ്രൈ ആയി തേയ്മാനം സംഭവിച്ചതായിരിക്കും. 18,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ബോർഡ് റൈസ് കിറ്റ് പുതിയത് ഇടുവാൻ തന്നെ ശ്രമിക്കുക. കോൺസെപ്റ്റിന്റെ ഡ്രൈ ആയ അവസ്ഥ ഇതുപോലെ തുരുമ്പ് പിടിക്കുന്നതിനും കാരണമാകാം. വലിയ കുഴികളിലോ മറ്റോ വണ്ടി സ്പീഡിന് ഓടിച്ച് ഇറക്കുകയാണെങ്കിൽ അത് ബോർഡ് റൈസ് കിറ്റ് പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് ആകുന്നതിനുള്ള ഒരു കാരണമാണ്. കോൺസെപ്റ്റിൽ വെള്ളത്തിന്റെ അംശം എത്തപ്പെട്ടാൽ തുരുമ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി പെട്ടെന്ന് കംപ്ലൈന്റ് ആകുന്നതിന് കാരണമാകാം. നിങ്ങൾ വണ്ടി വാട്ടർ സർവീസിന് കൊടുക്കുന്ന സമയത്ത് അവരോട് പ്രത്യേകം പറയുക, കോൺസെപ്റ്റിന്റെ ഭാഗത്തേക്ക് ഫോഴ്സിന് വെള്ളം അടിക്കരുത് എന്ന്. കൂടുതലായി മഴയത്തൊക്കെ വെച്ചിരിക്കുന്ന വണ്ടികളിൽ കോൺസെപ്റ്റിൽ വെള്ളം കയറി തുരുമ്പായി പെട്ടെന്ന് കംപ്ലൈന്റ് ആകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ വണ്ടിയിൽ ഫോർക്കടി ഉണ്ടെങ്കിൽ ഫോർക്ക് ടൈറ്റ് ചെയ്യാതെ വണ്ടി കൂടുതലായി ഓടിക്കഴിഞ്ഞാൽ അത് ബോർഡ് റൈസ് കിറ്റ് കംപ്ലൈന്റ് ആകുന്നതിനുള്ള ഒരു കാരണമാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വണ്ടിയുടെ കോണം ബോളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ബോർഡ് റൈസ് കിറ്റ് അൺബോക്സിംഗ് ചെയ്യുന്ന ചെറിയൊരു ഭാഗം കൂടി കാണിച്ച് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇതുപോലൊരു പാക്കറ്റിലാണ് എൻഫീൽഡിന്റെ ബോർഡ് റൈസ് കിറ്റ് വരുന്നത്. 491 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ കോണുകൾ. ഹെഡിന്റെ ഭാഗത്തും ടീ സ്റ്റമ്പിന്റെ ഭാഗത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന 4 കോണുകളാണ് ഇതിൽ ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വെള്ളത്തിൽ നിന്നും പൊടിയിൽ നിന്നുമെല്ലാം കോണം ബോളിനും സംരക്ഷണം നൽകുന്ന 2 ഡസ്റ്റ് സീലുകളും നമുക്കിതിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് കോണം ബോളിലെ ബോൾസ് ആണ്. ഈ ഒരു ചെറിയ പാക്കറ്റിൽ ടോട്ടൽ 38 ബോൾസ് ആണ് വരുന്നത്. ടീ സ്റ്റമ്പിന്റെ ഭാഗത്തായിട്ട് 19, ഹെഡിന്റെ ഭാഗത്തായിട്ട് 19, അങ്ങനെ ടോട്ടൽ 38 ബോൾസ് ആണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. It's caught in the crossfire.